ഹലോ ഫാം, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് റോസ്മേരി. ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ റോസ്മേരി തേച്ചാൽ മുടി വളരും, എന്തായാലും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ് ഈ റോസ്മേരി വാട്ടറും റോസ്മേരി ഓയിലൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം എന്താണ് റിസൾട്ട്, മുടി വളരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ചത് ഇതാണ് കേട്ടോ, ഈ ഒരു റോസ്മേരിയാണ്. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ ഇപ്പോൾ എന്താണ് ആൽസ് ഗുഡ്നസിൻ്റെ ഒരു സംഭവം ഹൈപ്പിൽ നിൽക്കുന്നുണ്ട്, റോസ്മേരി വാട്ടർ. അപ്പം ഞാൻ വിചാരിച്ചു ഹോം മെയ്ഡായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, ഫസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ റോസ്മേരി എങ്ങനെയാണ് റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഫസ്റ്റ് കണ്ടിട്ട് വരാം. ഓക്കെ, ഒരു പാത്രം എടുക്കുക, എന്നിട്ട് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 2 ടേബിൾ സ്പൂൺ റോസ്മേരിയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഹെയർ തിന്നിങ് ആണ്, ഡാൻഡ്രഫൊക്കെ ഹെയറിലുണ്ട്, ബേബി ഹെയർസ് വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റോസ്മേരി വാട്ടർ അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, കളർ ചേഞ്ച് ആവണത് വരെ. കാരണം അടി പിടിക്കും, ചെറുതായിട്ട് അടി പിടിക്കുള്ളൂ, അത്രയ്ക്കൊന്നും പിടിക്കില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ആ 2 ഗ്ലാസ് 1 ഗ്ലാസ് ആക്കണം, നമ്മൾ വറ്റിച്ചെടുക്കണം. ഒരു 20 മിനിറ്റ്സ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഈ ഒരു കളർ ചേഞ്ച് വരുമ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ട് കൂളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കണം. അതിന് ശേഷം ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം, ഇല്ലെങ്കിൽ ഡ്രൈ ആൻഡ് കൂൾ പ്ലേസിൽ വെക്കണം. ഒരു 4 ദിവസമാണ് പുറത്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കിയ റോസ്മേരി വാട്ടർ. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ഇല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം ഇത് ഉപയോഗിക്കണം. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം യൂസ് ചെയ്യണം. ഒന്ന് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഒന്നില്ലെങ്കിൽ രാത്രി ചെയ്യാം, ഇല്ലെങ്കിൽ രാവിലെ ചെയ്തിട്ട് രാവിലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കുളിക്കാൻ പോകുന്ന ടൈമിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ റോസ്മേരി വാട്ടർ എല്ലാവർക്കും ചേരണമെന്നില്ല. പെട്ടെന്ന് കോൾഡ് വരും, ഇല്ലെങ്കിൽ നീരിറങ്ങും എന്നുള്ളവർക്ക് ഇത് ഞാൻ പറയും യൂസ് ചെയ്യണ്ട. യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ രാവിലെ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയണം. രാത്രി യൂസ് ചെയ്യരുത്. രാത്രി യൂസ് ചെയ്തിട്ട് കിടന്നു എന്ന് വെച്ചാൽ നമുക്ക് കോൾഡ് വരാനും നീരിറക്കം വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ യൂസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കാൽപ്പിൽ വല്ല ഇച്ചിങ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് നിർത്തണം, ഇത് യൂസ് ചെയ്യരുത്. കാരണം എല്ലാവരുടെ സ്കാൽപ്പിലും ഇത് വർക്ക് ആവണമെന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ വീക്കിലി യൂസ് ചെയ്തിട്ടും ട്വൈസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടായി, ഇച്ചിങ് ഉണ്ടായെന്ന് വെച്ചാൽ എന്തായാലും ഇത് നിർത്തിക്കോളൂ. ഇത് എല്ലാവർക്കും ചേരണമെന്നില്ല, അത്രേ ഉള്ളൂ. ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്നുണ്ടല്ലോ ഇത് യൂസ് ചെയ്തു എന്ന് വെച്ചാൽ മുടി ഭയങ്കരമായിട്ട് വളരും എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, മുടി പെട്ടെന്ന് വളർന്ന് വലുതായി ഭയങ്കര പനങ്കൊല പോലെയൊന്നും മുടി വരില്ല. പക്ഷെ ബേബി ഹെയർസ് വരാൻ അടിപൊളിയാണ്. ബേബി ഹെയർസ് വരും, അതെന്തായാലും വരും കേട്ടോ. ഒരു 2 വീക്സിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടുന്നതായിരിക്കും. നമ്മുടെ റോസ്മേരി ഡാൻഡ്രഫ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഗ്രേ ഹെയർസ് ഒക്കെ നമ്മുടെ മാറ്റി തരാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് റിസൾട്ട് ഒന്നും കിട്ടില്ല. നമ്മൾ 3 മാസം കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തു വെച്ചാൽ മാത്രമാണ് ഈ റോസ്മേരി നമുക്ക് റിസൾട്ട് തരുള്ളൂ. പിന്നെ സ്കാൽപ്പ് മസാജ് ചെയ്തു കൊടുക്കണം. അപ്പം നമ്മൾ ഈ ഒരു റോസ്മേരിനെ മാത്രം വിശ്വസിച്ചിരിക്കരുത്. നമ്മൾ കഴിക്കുന്ന ഫുഡാണെന്ന് വെച്ചാലും നമ്മൾ മസാജ് ചെയ്യുന്നതാണെന്ന് വെച്ചാലും അതൊക്കെ കറക്റ്റ് കെയറിൽ കൊടുത്താൽ എന്തായാലും നമ്മുടെ മുടി വളരും. പിന്നെ ബേബി ഹെയർസ് ഒക്കെ വരാൻ ഇത് അടിപൊളിയാണ്. ഓക്കെ, ബേബി ഹെയർസ്, എനിക്ക് ബേബി ഹെയർസ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വീക്സ് ആയി. പക്ഷെ ഞാൻ വിചാരിച്ചു 2 വീക്സിൽ എനിക്ക് റിസൾട്ട് തരാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ബേബി ഹെയർസ് വന്നിട്ടുണ്ട്. അത്ര വന്നിട്ടില്ലെങ്കിലും കുറച്ച് കുഴപ്പമില്ല. എൻ്റെ ഫ്രണ്ടിലൊക്കെ മുടി ഇങ്ങനെ കിളിർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. 2 വീക്സിൽ തന്നെ ഇവൾക്ക് റിസൾട്ട് കിട്ടി എന്ന് പറയാൻ അതിൽ ഞാൻ റോസ്മേരിയിൽ മാത്രമല്ല കേട്ടോ കോൺസെൻട്രേറ്റ് ചെയ്തത്, കഴിക്കുന്ന ഫുഡിലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം നന്നായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റോസ്മേരി ഉപയോഗിക്കുന്ന ടൈമിൽ ഞാനൊരു 10 മിനിറ്റ്സ് എങ്കിലും നല്ല മസാജ് കൊടുത്തിട്ടാണ് ഈ ഒരു റോസ്മേരി ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് വെച്ചാൽ എന്തായാലും റിസൾട്ട് കിട്ടും. റോസ്മേരി ഓയിലിനെ കുറിച്ചിട്ട് പറയുകയാണെന്ന് വെച്ചാൽ നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഈ ഒരു ഞാൻ വാങ്ങിച്ച ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് എണ്ണ ചൂടാവുന്ന ടൈമിൽ ഈ ഒരു
എന്താണ് റോസ്മേരി ഇട്ടിട്ട് ഒന്ന് ഒരു 15 to 20 മിനിറ്റ്സ് ഒന്ന് ചൂടാക്കി കൊടുത്ത് ആ കളർ ചേഞ്ച് വരുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. പക്ഷെ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യരുത്. കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്തിട്ട് വേണം, കോക്കനട്ട് ഓയിലും റോസ്മേരി ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ. നമ്മൾ ഈ വാട്ടർ അപ്ലൈ ചെയ്യുന്നില്ല, അതുപോലെ തന്നെയാണ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇതെല്ലാവർക്കും ചേരണം എന്നില്ല. നിങ്ങൾക്ക് ഓയിൽ ചേരുന്നില്ലെങ്കിൽ സഡൻലി അത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത്. റോസ്മേരി നമുക്കുണ്ടല്ലോ തിളപ്പിക്കാണ്ട് തന്നെ നമുക്ക് വേറൊരു മെത്തേഡിലും അത് യൂസ് ചെയ്യാം. കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ 2 ഗ്ലാസ് ചൂടുവെള്ളം എടുക്കുക, എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റോസ്മേരി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 24 മണിക്കൂർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കി കൊടുത്താൽ ഈ ഒരു കളറ് കിട്ടുന്നതായിരിക്കും. ഹോസ്റ്റലിലുള്ള കുട്ടികൾക്കാണെന്ന് വെച്ചാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ തലേ ദിവസം ഇട്ട് വെച്ചിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്താൽ മതി, എന്നിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഹോസ്റ്റലിലുള്ള ആൾക്കാർക്ക് നമുക്ക് റോസ്മേരി ഉപയോഗിക്കാൻ പറ്റും. ഞാനിവിടെ റോസ്മേരിയിൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവ കുറച്ചിട്ടിട്ട് അത് തിളപ്പിക്കാം, ഇല്ലെങ്കിൽ ഗ്രാമ്പു ഇട്ട് തിളപ്പിക്കാം, ഇല്ലെങ്കിൽ കുറച്ച് ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്ത് ഒന്ന് ചതച്ച് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ വേണമെങ്കിലും തിളപ്പിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, റോസ്മേരി വാങ്ങിക്കുന്ന ടൈമിൽ നല്ല സൈറ്റിൽ നിന്ന് വാങ്ങിക്കാൻ നോക്കുക. കാരണം ഇത് പ്രൊമോഷൻ അല്ല കേട്ടോ, പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു റോസ്മേരി ആണെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് റോസ്മേരി അല്ല ഫേക്ക് പ്രോഡക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നല്ല സൈറ്റിൽ നിന്ന് വാങ്ങാൻ നോക്കുക. ഞാൻ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലവ് യു ഓൾ.